വാർത്തകൾ വിശദമായി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് പോലീസ്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരു സംഘം പിടിയിലായതിന് പിന്നാലെയാണ് സ്ഫോടനം നടത്തിയത്. കാറിലുണ്ടായിരുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് നിഗമനം. അതേസമയം സ്ഫോടനത്തിൽ മരണം 13ആയി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, മരണസംഖ്യ 13 ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചാവേർ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി രണ്ട് ഡോക്ടർമാർ പിടിയിലാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവരുമായി ബന്ധമുള്ള ആളാണ് ഈ സ്ഫോടനം നടത്തിയെന്നാണ് പറയുന്നത്. ഇത് ചാവേർ ആക്രമണമാണ് എന്നാണ് പോലീസ് പറയുന്ന കാര്യം. ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും ആശങ്കയായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നതാണ്. മരണസംഖ്യ ഉയരുന്നുവെന്നതും ആശങ്കയുണ്ടാക്കുന്നു. കൂടാതെ പരിക്കേറ്റവരുടെ എണ്ണം 20-ന് മുകളിലാണ്. ചിലർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും ആശങ്കയാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സ്ഫോടനത്തിന് പിന്നിൽ സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു I-20 കാറിലായിരുന്നു ഉമർ ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. മെട്രോ സ്റ്റേഷന് സമീപത്തെ സിഗ്നലിൽ ഈ വാഹനം നിർത്തിയിടുകയും പിന്നാലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞിരുന്നത്. കൂടാതെ സമീപത്തെ വാഹനങ്ങളിലേക്കും ഈ തീ പടരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാവുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഈ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന പേരിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ, അതോടൊപ്പം തന്നെ ഡോക്ടർ മുഹമ്മിൽ ഷക്കിൽ എന്നിവരുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഫരീദാബാദിൽ നിന്ന് 360 കിലോ സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുമായി ബന്ധമുള്ള ആളാണ് ഈ ഉമർ എന്നാണ് പറയുന്നത്. അവരെ പിടികൂടിയ ആശങ്കയിലാണ് ഈ രീതിയിൽ ഒരു സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇവരെ പിടികൂടിയ വിവരം അറിഞ്ഞ് ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും തുടർന്നാണ് സ്ഫോടനം നടത്തിയത് എന്നുമാണ് പുറത്തു വരുന്ന സൂചനകൾ. ഈ ഉമറാണ് വാഹനം ഓടിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്ന ഒരു കാര്യം. കൂടാതെ ഉമറിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ഉമറിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക ആയ സംഭവമാണ്. രാജ്യം നടുങ്ങിയ ഒരു സംഭവം തന്നെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉണ്ടായത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം, കൂടാതെ വലിയ ഭീതി ഉണ്ടാകുന്ന സാഹചര്യം, തുടർന്ന് വലിയ രീതിയിൽ ഒരു സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നു. തെരച്ചിലടക്കം നടത്തുന്ന സാഹചര്യം എല്ലാം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇത് ചാവേർ ആക്രമണമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ശരി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് പോലീസ്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരു സംഘം പിടിയിലായതിന് പിന്നാലെയാണ് സ്ഫോടനം നടത്തിയത്. കാറിലുണ്ടായിരുന്നത് ഫരീദാബാദ് സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നാണ് നിഗമനം. അതേസമയം സ്ഫോടനത്തിൽ മരണസംഖ്യ 13ആയി. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.